ബെനലി ഡിസൈൻ ചെയ്തൊരു ബൈക്കാണല്ലോ, അപ്പോൾ അതിൻ്റേതായ നല്ല രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു കേബിൾസ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒന്ന് നീറ്റായിട്ട് കൊടുക്കുകയാണെങ്കിലും നമുക്കൊരു ക്ലീൻ ഒരു ബൈക്കാണല്ലോ, ഒരു ക്ലീൻ ലുക്ക് നമുക്ക് കിട്ടിയാൽ. 5 ഇട്ടു കണ്ട, 5-ൽ കയറുന്നുണ്ട്. നമ്മുടെ ഒരു എഫോർട്ട് ഇച്ചിരി കുറഞ്ഞിട്ടോ. ഇത് മോട്ടറാണ്, മോട്ടർ അതിൻ്റെ മാക്സിമം എഫോർട്ട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല കയറ്റമാണ് ഇത് കണ്ടോ. ഇത് ഇപ്പോഴും ബാക്ക് പെയിൻ മാറിയിട്ടില്ല കേട്ടോ. നല്ലൊരു ബാക്ക് പെയിൻ വെച്ചുകൊണ്ടാണ് ഞാനിപ്പം ഇത്ര ദൂരം റൈഡ് ചെയ്ത് വന്നത്. അതുപോലെ തന്നെ ഒരു കഴുത്തിനും ഷോൾഡറിനൊക്കെ വേദനയുണ്ട്. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഇത് ഫൈനലി വാൻ അർബൻ സ്പോർട്ടിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ബൈക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കുറേ റൈഡൊക്കെ ചെയ്തതാണ്, നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത് ഞാൻ ഓടിച്ചു നോക്കിയിട്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ജെനുവിൻ റിവ്യൂ ആണ് നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പം നേരെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ വാൻ എന്ന് പറയുന്നത് നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അവരുടെ ബൈക്കാണ് വാൻ അർബൻ സ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിന് 2 വേരിയൻറ്റ് വരുന്നുണ്ട്. നമ്മളിപ്പം ഈ റിവ്യൂ ചെയ്യുന്ന വാൻ അർബൻ സ്പോർട്ട്, ഇത് കൂടാതെ തന്നെ വാൻ അർബൻ സ്പോർട്ട് പ്രോ എന്ന് പറഞ്ഞൊരു മോഡലോടെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അതിൻ്റെ ഒരു പ്രൈസിൽ വരുന്ന വ്യത്യാസമാണ്. 70,000 ആണ് വാൻ അർബൻ സ്പോർട്ട് പ്രോയുടെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ വാൻ അർബൻ സ്പോർട്ടിന് 60,000 ആണ്. പിന്നെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് അർബൻ സ്പോർട്ട് പ്രോയിൽ ഫുള്ളി അലോയ് വീലാണ് വരുന്നത്. നമുക്ക് ഇതിലേക്ക് വരുമ്പോഴത്തേനും സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബൈക്കിനെ പറ്റി പറയുകയാണെന്നുള്ളൂ, വാൻ എന്ന് പറയുന്നത് ഈ ഒരു ബൈക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെനലി ആട്ടോ. ഇത് കണ്ടോ, ഡിസൈൻഡ് ബൈ ബെനലി. ബെനലി എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ഇറ്റാലിയൻ മോട്ടോർ സൈക്കിൾ ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റൈലിംഗ് തന്നെ ആദ്യം നോക്കാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ബെനലി ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ലുക്ക് തന്നെ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ലുക്ക് മാത്രമല്ല, അതിൻ്റെ ഓവറോൾ ക്വാളിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. പിന്നെ ഇതാണിത് വാൻ്റെ ലോഗോ, ഇതുണ്ടോ. അപ്പോൾ ഇത് വീഡിയോസിലും അതുപോലെ തന്നെ ഫോട്ടോസിലൊക്കെ കാണുമ്പോഴത്തേനും പിള്ളേരുടെ ഒരു സൈക്കിളൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. കാരണം അത്ര ഒരു ചെറിയ സൈക്കിളായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ ഇത് 23 കിലോ ഭാരം വരുന്ന അത്യാവശ്യം വീൽ ബേസ് ഉള്ളൊരു ബൈക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 18 ഇഞ്ച് ഒരു യൂണിസെക്സ് ഫ്രെയിമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് 6061 അലോയ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രെയിം കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് കണ്ടോ. ഒരു ഞാൻ പറഞ്ഞല്ലോ യൂണിസെക്സ് ഫ്രെയിമാണ്, അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ഈസി ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഒരു സിറ്റി ബൈക്ക്, നമുക്ക് സിറ്റിയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട്, ഡെയിലി യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ആ ഒരു കൺസെപ്റ്റിൽ ഡിസൈൻ ചെയ്തേക്കണം കേട്ടോ. ആ ഒരു കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി, ആ ഒരു പെയിൻ ക്വാളിറ്റിയൊക്കെ നല്ല പ്രീമിയം ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലേബലിംഗ് ഒക്കെ ഉള്ളത് ഡിസൈൻഡ് ബൈ ബെൻലിന്ന് ആ ഒരു ഇറ്റാലിയൻ ഫ്ലാഗ് ഒക്കെ കാണാം. ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ അതിൻ്റെ ഒരു ഡിസൈൻ, ആ ഒരു ലേബലിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നമുക്ക് ഇറ്റാലിയൻ ഫ്ലാഗ് കാണാം. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമിന് 5 വർഷം വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ പാർട്സിന് 2 വർഷം വാറണ്ടി, മെക്കാനിക്കൽ പാർട്സിന് 1 വർഷം വാറണ്ടി ആയിട്ട് കൊടുക്കുന്നത്. കാണാനൊക്കെ കുഴപ്പമില്ല. ഞാൻ ആദ്യം ഫോട്ടോസിലൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്ക് എന്താ പറയുക, അത്ര ഇതിൻ്റെ ആ ഒരു മോഡലൊക്കെ അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ നേരിട്ട് കണ്ടപ്പോഴത്തേനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈസി ആട്ടോ, സിറ്റിയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. അതുമല്ല പിന്നെ ഇത്ര ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഒരു വേറെ ഒരു ഇലക്ട്രിക് ബൈക്ക് ഉണ്ടോ? എന്താണോ അത്, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഉള്ളൊരു ബ്രാൻഡാണ്. എന്താണെന്നും കൊള്ളാട്ടെ. ആ ഒരു ബെൻലിയുടെ ഡിസൈനിങ് മികവൊക്കെ ഇതിൽ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു കേബിളൊക്കെ ഭയങ്കര ലോക്കലായിട്ട് തന്നെ ഫീൽ ചെയ്തു. അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം ഒരുപാട് കേബിൾസ് വരുന്നുണ്ട്. അത് ഇൻറ്റേർണലിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതൊക്കെ കുറച്ചുകൂടെ നീറ്റായിട്ട് തന്നെ കൊടുക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ഇത്രയും ഭാഗം കാണുമ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ ഒരു ലുക്ക് തന്നെ പോകുന്നതായിട്ട് തോന്നും കേട്ടോ. അറ്റ്ലീസ്റ്റ് ഈ ഒരു മെറ്റീരിയലെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കാറുണ്ട്. കണ്ടില്ലേ, ഇത് പക്ക ഒരു ലോക്കൽ മെറ്റീരിയലായിട്ട് തന്നെ ഫീൽ ചെയ്തു. ഒരു ഫിനിഷിംഗും ഇല്ലാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു വയേഴ്സൊക്കെ ആണെന്നുള്ളത് ഇത് കണ്ടില്ലേ, അതൊക്കെ ഒന്നുകൂടെ ഒന്ന് നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്യാറുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമൊന്നും. വെൽഡിംഗ് വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബോട്ടിൽ ഹോൾഡർ സ്റ്റോക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു 20 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു റിമ്മ് വരുന്നത് അലോയ് ആണ്, വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പോക്കായിട്ട് വരുന്നത്. അർബൻ സ്പോർട്ട് പ്രോയിൽ കംപ്ലീറ്റ് അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഹബ്ബ് അലോയ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ടയർ എന്ന് പറയുന്നത് ഇതൊരു ചൈനീസ് ബ്രാൻഡിൻ്റെ ടയറാണ്. ഒരു നൈലോൺ ടയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20 ഇഞ്ച് ടയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 2 ഇഞ്ച് മേളിൽ വിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മോശൻ റോഡിലൊക്കെ ഒരു നല്ലൊരു പെർഫോമൻസ്, നല്ല ഗ്രിപ്പ് ട്രാക്ഷൻ കിട്ടുന്ന ഒരു ടയർ തന്നെയാണ്. ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളറിയാം, കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, ചെറിയ ഓഫ് റോഡിലൊക്കെ നമ്മൾ കൊണ്ടുപോയതാണ്. അപ്പം നല്ലൊരു ഫീഡ്ബാക്കാണ് ടയറിൻ്റെ ഭാഗത്തുനിന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ ഒരു 40 PSI ആണ് മാക്സിമം എയർ പ്രഷർ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സസ്പെൻഷനാട്ടോ. അതായത് ഈ ഒരു ബൈക്കിൻ്റെ ഒരു എസ്തെറ്റിക്സിന് മാച്ചായ ചെറിയൊരു സസ്പെൻഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്താ പറയുക, നല്ലൊരു റോഡിൽ നിന്ന് നമ്മൾ പെട്ടെന്നൊരു മോശൻ റോഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഗട്ടറിലൊക്കെ ചാടുവാണെന്നുണ്ടല്ലോ, അത്ര ഒരു എന്താ പറയുക, അത്ര ഒരു ജെർക്കിംഗ് ഒന്നും നമ്മുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ ബോഡിയിലേക്ക് അനുഭവപ്പെടുന്നില്ല.
മനസ്സിലായില്ല. ആ ഒരു ചെറിയൊരു സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു 100 mm ട്രാവലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ലൊരു ഇമ്പാക്റ്റ് എടുക്കുന്ന ഒരു സസ്പെൻഷൻ തന്നെ. പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു സസ്പെൻഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫീഡ്ബാക്കാണ് സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് പ്രോമാക്സിൻ്റെ മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബൈറ്റിങ് തരുന്ന ഒരു ബ്രേക്കാണ്. നമ്മുടെ ഒരു കഴിഞ്ഞ പുള്ളിക്കാരൻ ഡൗൺ ഹില്ലിലൊക്കെ നല്ലപോലെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പം ഈ ഒരു പ്രോമാക്സിൻ്റെ അല്ലെങ്കിൽ ടെക്ട്രോഡൊക്കെ മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ കാണുന്ന ഒരു ബ്രാൻഡിനേക്കാളൊക്കെ നല്ലൊരു ബ്രേക്കിംഗ് എഫിഷ്യൻസി തരുന്ന ബ്രാൻഡാട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് ലിവർ. അതൊരു എന്താ പറയുക, അലോയ് ബ്രേക്ക് ലിവറാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാറിലേക്ക് വന്നാൽ ഒത്തിരി വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറൊന്നുമല്ല, ഒരു മീഡിയം ഷോർട്ടായിട്ടുള്ള നമുക്ക് സിറ്റി യൂസിന് പറ്റുന്ന ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ്. അതിൻ്റെ ഒരു ഡിസൈൻ കണ്ടില്ലേ, കർവി ആയിട്ട് വരുന്നൊരു, ഇത് അലോയ് ആണ്, അലോയ് ഹാൻഡിൽ ബാറാണ്. ആ ഒരു ഹാൻഡിൽ ബാർ കണക്ട് ചെയ്തിരിക്കുന്നത് പ്രോമാക്സിൻ്റെ അലോയ് സ്റ്റെമ്മിലേക്കും ബെൻലിയുടെ അലോയ് ഹെഡ്സെറ്റിലേക്കുമാണ്. ഇതാണ് എൻ്റെ ഹാൻഡിൽ ഗ്രിപ്പ്. അതൊരു റബ്ബറിൻ്റെയാണ്, നമ്മൾ സാധാരണ കാണുന്ന ഒരു മോഡൽ തന്നെ കേട്ടോ. എൻ്റെ രണ്ട് സൈഡിലെ ഒരു കളർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. പിന്നെ നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാറിലേക്ക് നോക്കിയാൽ കുറേ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് മാനുവൽ ഗിയർ ഷിഫ്റ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹോൺ വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ നമുക്ക് ഒരു LCD ഡിസ്പ്ലേ യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് യൂസ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഓൺ ആയിരിക്കണം. എന്നിട്ട് ഈ ഒരു പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്താൽ കണ്ടോ ഇതിൻ്റെ ഡിസ്പ്ലേ ഓണായി. ഇതിൽ തന്നെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഇതിൻ്റെ സ്പീഡ് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ട്രിപ്പ് മീറ്റർ ഉണ്ട്, ഓഡോമീറ്റർ ഉണ്ട്, റൈറ്റ് ടൈം ഉണ്ട്, അതുപോലെ തന്നെ ആവറേജ് സ്പീഡ്, മാക്സിമം സ്പീഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഈ ഒരു ചെറിയ ഡിസ്പ്ലേ യൂണിറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലസ് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്താൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ റിയർ ലൈറ്റും ഓൺ ആവും കേട്ടോ. അതുപോലെ തന്നെ ഹോണ് കണ്ടോ, അത് നല്ല സൗണ്ടുള്ള ഹോണാണ്. ഈ ഒരു ഹോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലൈറ്റ്സ് ആയിക്കോട്ടെ, അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററി ഓൺ ആയെങ്കിൽ മാത്രം കേട്ടോ അത് വർക്ക് ചെയ്യുള്ളൂ, അല്ലാത്ത പക്ഷം അതൊന്നും വർക്ക് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ കുറച്ച് കമ്പോണൻസോടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്രൈവ് ട്രെയിനിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സീറ്റ് പോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോയ് സീറ്റ് പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതും ക്വിക്ക് റിലീസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് ഇതിൻ്റെ ആ ഒരു ഹൈറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സാഡിൽ വരുന്നത് ബെനലിയുടെ തന്നെ നല്ല പ്രീമിയം ലുക്ക്, നല്ല ഒരു ഡിസൈനൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ബെനലിയിൽ നിന്ന് കൊടുത്ത ആ ഒരു ഇറ്റാലിയൻ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്, നല്ല പ്രീമിയം ലുക്ക് വരുന്ന ഒരു സാഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കംഫോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഷോർട്ട് ടൈമൊക്കെ റൈഡ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല. നമ്മളിത് വെച്ചിട്ട് ലോങ് റൈഡാണല്ലോ ചെയ്തത്, ആ ഒരു ടൈമിലൊക്കെ എനിക്ക് അത്ര ഒരു കംഫോർട്ടായിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. പക്ഷേ ഒരു എന്താ പറയുക, നല്ല രസമാട്ടോ ഒരു സാഡിൽ കാണാനായിട്ട്. അതിൻ്റെ ഡിസൈനും എല്ലാം കൊണ്ടും ഒരു പക്ക ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഇതിനൊരു ക്യാരിയർ വരുന്നുണ്ട്, സ്റ്റോക്കായിട്ട് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു മാക്സിമം വെയിറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 കിലോ മാത്രം കേട്ടോ. ഇതിൽ വേറെ പിള്ളേരെ ഒന്നും ഇരുത്തിക്കരുത് കേട്ടോ, അതിനുള്ളൊരു ഇതില്ല. 15 kg ആണ് മാക്സിമം എൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതിലാണ് നമുക്ക് ആ ഒരു റിയർ ലൈറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മഡ് ഗാർഡ്സ് പ്ലാസ്റ്റിക്കിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ടിലും റിയറിലും കൊടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വലിയൊരു ക്വാളിറ്റിന്ന്, ഈ ബെനലിയുടെ ഒരു ഇത് വെച്ചിട്ട് വലിയൊരു ക്വാളിറ്റിന്ന്, ഒരു ആവറേജ് ക്വാളിറ്റിയാണ് ഫീൽ ചെയ്തോളൂ. ഇത് കണ്ടില്ല, ഇതൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് നല്ലൊരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. കാരണം ബെനലി ഡിസൈൻ ചെയ്തൊരു ബൈക്കാണല്ലോ, അപ്പോൾ അതിൻ്റേതായ നല്ല രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു കേബിൾസ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒന്ന് നീറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ക്ലീൻ ഒരു ബൈക്കാണല്ലോ, ഒരു ക്ലീൻ ലുക്ക് നമുക്ക് കിട്ടിയാണ്. അപ്പം ബാക്കിയൊക്കെ അതൊക്കെ മാറ്റി നിർത്തിയ ബാക്കി ഓക്കെ ആണെന്ന് തന്നെ പറയാം. ഇതാണ് ഫ്രണ്ടിലെ മഡ് ഗാർഡ് വരുന്നത്, ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ആട്ടോ. അതിൽ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഇതാണ് ഹെഡ്ലൈറ്റ് വരുന്നത്, താഴെയായിട്ടൊരു റിഫ്ലക്ടറോടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവാട്ടോ, നൈറ്റിലൊക്കെ അത്ര ഒരു വിസിബിലിറ്റി തോന്നിയില്ല. അപ്പോൾ ഇനി ഞാനിതിൻ്റെ ഒരു ഡ്രൈവ് ട്രെയിൻ നിങ്ങൾക്ക് നല്ലപോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബാറ്ററി മോട്ടർ നോക്കട്ടെ. അതായത് ഒരു ബൈക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ അതിൻ്റെ ഒരു ബാറ്ററിയും അതുപോലെ തന്നെ മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 48 വോൾട്ടിൻ്റെ 7.5 AH വരുന്നൊരു പോർട്ടബിൾ ലിഥിയം അയൺ ബാറ്ററി ആട്ടോ. ഇത് നമുക്ക് പോർട്ടബിൾ ബാറ്ററിയാണ്, അതായത് ഈ ഒരു ബൈക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്തുകൊണ്ട് പോയി റൂമിലൊന്നും കൊണ്ടുവയ്ക്കേണ്ട ഓരോ ആവശ്യമില്ല. കണ്ടോ, ഒരു കീ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇതങ്ങ് അഴിച്ചെടുക്കട്ടെ. എൻ്റെ ഒരു കീ ഇപ്പോൾ ഇല്ല, അതാണ് ഞാൻ കാണിക്കാത്തത്. അതുപോലെ തന്നെ നമുക്ക് പവർ ഓഫ് ഓൺ ബട്ടണൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതാണ് ചാർജിങ് പോർട്ട് വരുന്നത്, അതുപോലെ തന്നെ ലൈറ്റ് ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ബാറ്ററിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാറ്ററി ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ
4 മണിക്കൂറിൽ താഴെ കേട്ടോ. അതായത് ഒരു 3.5 മണിക്കൂറൊക്കെ എടുത്തോളൂ ഫുൾ ചാർജ് ആവാനായിട്ട്. ആ ഒരു ഫുൾ ചാർജിൽ 60 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു റേഞ്ച് കമ്പനി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോട്ടർ. ഇതിലൊരു റിയർ ഹബ്ബ് മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അത് 250 വാട്ടിൻ്റെ 45 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മോട്ടറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് എനിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഒരു ബൈക്കിന് 3 മോഡ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ മോഡെന്ന് പറയുന്നത് ആക്സിലേറ്റർ മോഡാണ്. അത് നമ്മൾ ബാറ്ററി ഓൺ ആയിരിക്കണം. അതിനുശേഷം ഈ ഒരു ഡിസ്പ്ലേ ഓൺ ആക്കിയിട്ട് കണ്ടോ, ഇതാണ് കണ്ടോ ആക്സിലേറ്റർ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇതുണ്ടോ വീല് കറങ്ങണുണ്ടോ. അത് നമ്മൾ കൂടുതൽ എന്താ പറയുക ഫ്ലാറ്റ് റോഡ്സിൽ അല്ലെങ്കിൽ സിറ്റിയിൽ റൈഡ് ചെയ്യാനാണ് ആ ഒരു മോഡ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതിന് ഒരു മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 25 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മോഡ് യൂസ് ചെയ്യാം. അതായത് പെഡൽ അസിസ്റ്റ് എന്ന് പറയും. അതായത് മോട്ടറിൻ്റെ സപ്പോർട്ടും ഉണ്ട്, നമ്മൾ പെഡൽ ചെയ്യണം. ഇതിൽ 5 സ്റ്റെപ്പ് ഇലക്ട്രോണിക് ഗിയർ സിസ്റ്റോടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റിലാണ് കിടക്കുന്നത്, സെക്കൻഡ്, തേർഡ്, 4th, 5th കണ്ടോ. ടോട്ടൽ 5th ഗിയർ വരെ ഇടാം. 5th ഇട്ടിട്ട് പെഡൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്നേരം നമുക്ക് പെഡൽ ചെയ്യണതിൻ്റെ ഒരു എഫോർട്ട് കുറയും, മോട്ടർ കൂടുതൽ എഫോർട്ട് എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് കയറ്റം, അതായത് 5th ഇട്ട് കഴിഞ്ഞാൽ ഏത് കയറ്റം ഇത് വെച്ച് കയറാൻ പറ്റും. പുള്ളിക്കാരനെ കൊണ്ടുപോയി കയറ്റിയത് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എഫോർട്ടിനനുസരിച്ച് എനിക്കൊരു 35-40 കിലോമീറ്ററൊക്കെ സ്പീഡ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മോഡും ഇതിൻ്റെ ഒരു പെഡൽ സിസ്റ്റമാണ്. അടുത്തതെന്ന് പറയുന്നത് മാനുവൽ ഗിയർ സിസ്റ്റമാണ്. സാധാരണ നമ്മൾ ഗിയർ സൈക്കിളൊക്കെ യൂസ് ചെയ്യണ പോലെ തന്നെ ഇതിലൊരു 7 സ്പീഡ് ഗിയറാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഷിഫ്റ്റർ വരുന്നത് ഷിമാനോടെയാണ്. 7 സ്പീഡ് ഷിഫ്റ്റർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഡൗൺ ചെയ്യുന്നതും ഇത് അപ്പ് ചെയ്യുന്നതുമാണ്. അതിൻ്റെ ഒരു ഡ്രൈവ് ട്രെയിനിലേക്ക് വന്നാൽ നമുക്ക് ഒരു 44 ടീത്ത് വരുന്നൊരു അലോയ് ക്രാങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് ഫ്രീ വീല് 1428 എന്ന് പറഞ്ഞ ഷിമാനോയുടെ ഫ്രീ വീലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു മോഡ്, അതായത് മാനുവൽ മോഡ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം, അതായത് നമ്മളൊന്ന് വഴിക്ക് പെട്ടുപോയി, ഒന്ന് വീട് വരെ ഒന്ന് എത്തണം എന്ന് ഉള്ളൊരു സിറ്റുവേഷനിൽ മാത്രമാണ് ഈ ഒരു മോഡ് യൂസ് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ നമുക്ക് അത്ര ഒരു ഗിയർ റേഷ്യോ അല്ല കേട്ടോ. അതായത് ഇപ്പോൾ കുഴപ്പമില്ല, ഫ്ലാറ്റ് റോഡിൽ നമുക്ക് അത്യാവശ്യം ചവിട്ടാം, എന്നാലും ഒരു ക്ലൈമ്പൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 44-28 വരുമ്പോഴത്തേനും അറിയാമല്ലോ, വളരെ ശോകമാണ്. അപ്പോൾ ആ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യാനായിട്ടാണ് ആ ഒരു മാനുവൽ ഗിയർ സിസ്റ്റം അതിൽ കൊടുത്തിരിക്കുന്നത്. റിയർ ഡീറൈലർ വരുന്നത് ഷിമാനോ ടൂർണിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. KMCയുടെ ചെയിനും ഇവിടെ ഒരു ചെയിൻ പ്രൊട്ടക്ടറെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ബെൻലിയുടെ ഒരു ബാഡ്ജിങ് കാണാം. പെഡലൊക്കെ സ്റ്റോക്കായിട്ട് തന്നെ വരുന്ന കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബൈക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് കുറേ കൂടെ കാര്യങ്ങൾ നീക്കാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആക്സിലേറ്റർ മോഡ് നോക്കാം. അപ്പോൾ ഉണ്ടോ ഈ ബ്രേക്കിൽ പതുക്കെ ഒന്ന് പിടിച്ചിട്ട് ട്രിഗർ കൊടുത്താൽ പോലും മോട്ടർ വർക്ക് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ബ്രേക്കിൽ നിന്ന് വിട്ടു കണ്ടോ, പ്രസ് ചെയ്താൽ വണ്ടി അങ്ങ് പൊക്കോളും. ഫ്ലാറ്റ് റോഡ് ആയതുകൊണ്ട് നല്ല രീതിയിൽ, എന്നാലും നമുക്ക് 25 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ് കിട്ടുന്നത് കേട്ടോ. അതിൽ കൂടുതൽ കിട്ടില്ല. എന്താ സിമ്പിളായിട്ട് പൊക്കോളും. പെഡലൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഭയങ്കര ഈസിയാണ് സിറ്റിയിൽ ഈ ഒരു മോഡൽ യൂസ് ചെയ്യാൻ. അപ്പോൾ ഇനി അടുത്ത മോഡ് ഞാൻ കാണിച്ചു തരാം, പെഡൽ അസിസ്റ്റ്. അപ്പോൾ അതെ നമ്മുടെ ഡിസ്പ്ലേ ഓണാണ്. ഗിയർ ഫസ്റ്റിലാണ് കിടക്കുന്നത്, അതായത് ഇലക്ട്രോണിക് ഗിയർ. പിന്നെ നമ്മളിത് പെഡൽ ജസ്റ്റ് ഇത് കണ്ടോ, പെഡലൊന്ന് കൊടുത്താൽ മതി. പെഡൽ കൊടുത്തുമ്പോൾ തന്നെ ഇത് മൂവ് ആയി തുടങ്ങി. ഇതുണ്ടോ കണ്ടോ. ഇനി നമുക്ക് പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഗിയർ മാറ്റി കൊടുക്കാം. കണ്ടോ, അതനുസരിച്ച് സ്പീഡാകുന്നുണ്ടോ. ഇപ്പം 3ാമത് ഇട്ടു, 4 ഇട്ടു, 5 ഇട്ടു. കണ്ടോ 5 ഇട്ടപ്പോൾ ഇത് പോക്ക് കണ്ടോ. ഇനി നമ്മുടെ ഒരു എഫോർട്ടിനനുസരിച്ച് സ്പീഡ് കയറും കേട്ടോ. അപ്പോൾ ഈ മോഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമുക്ക് റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റിയ മോഡ് ഇത് തന്നെ കേട്ടോ. പിന്നെ ഈ ഒരു മോഡിലായിരിക്കും കമ്പനി പറഞ്ഞേക്കുന്നത്, അതായത് 60 കിലോമീറ്റർ ബാക്കപ്പ് കിട്ടുമെന്ന്. ഈ പെഡൽ അസിസ്റ്റിലായിരിക്കും. കാരണം എനിക്ക് ആ ഒരു ആക്സിലേറ്റർ മോഡിൽ സിറ്റിയിൽ ഓടിച്ചിട്ട് അത്രയൊന്നും കിട്ടിയില്ല കേട്ടോ. അതപ്പോൾ നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. പതുക്കെ ഉണ്ടത് 5ാമത്തെ ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് എഫോർട്ട് എടുത്താൽ മതി. ഇതേ വലിച്ച് ആ ഒരു ഇനീഷ്യൽ പുള്ളുണ്ട്, അതേ കാണിച്ചു തരാം കേട്ടോ. നിർത്തി കാണിച്ചു തരാം. ആ ഇനീഷ്യലി ഒരു പുള്ളുണ്ട് 5ാമത്തെ ഗിയറിൽ കിട്ടുന്നത് കറക്റ്റ് അറിയാം. അത് പതുക്കെ എന്ന് വയ്ക്കുമ്പോഴത്തേനും അങ്ങ് വലിച്ചെടുക്കും കേട്ടോ. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് നോക്കോളും. നമുക്ക് റൈഡ് നന്നായിട്ട് എൻജോയ്, കാരണം ഒരു സൈക്കിൾ യൂസ് ചെയ്യാൻ നമുക്ക് പെഡൽ ചെയ്യുകയും ചെയ്യാം, എന്നാൽ നല്ലൊരു പെർഫോമൻസും കിട്ടും കേട്ടോ. അപ്പോൾ മാനുവൽ മോഡ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഈ ഒരു ഷിഫ്റ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാനുവൽ മോഡ്, ഞാനത് പറഞ്ഞതല്ലേ. ഇനി നമുക്കിത് കയറ്റം എങ്ങനെയുണ്ടെന്ന് 2 മോഡിലും, അതായത് ആക്സിലേറ്റർ മോഡിലും പെഡൽ അസിസ്റ്റിലും ഞാൻ വലിയൊരു കയറ്റം കയറി കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇത് നല്ല സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റത്തിൻ്റെ താഴെയായിട്ട് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഒരു കയറ്റത്തിൻ്റെ ഡെപ്ത്തൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നല്ലൊരു കയറ്റം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ആക്സിലേറ്റർ മോഡിൽ കയറ്റി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗിയർ 0-യിലാണ് കിടക്കുന്നത്, 1-ലേക്ക് ഇടുന്നു കേട്ടോ. ഇനി നമുക്ക് ത്രോട്ടിൽ കൊടുത്ത് നോക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഞാൻ പെഡലൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ആക്സിലേറ്റർ ആ ഒരു മോഡിൽ മാത്രമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. കണ്ട, തുടക്കത്തിൽ തന്നെ നിന്നട്ടോ. കയറി നിന്നു. ഇനി കുറച്ചുകൂടെ നമുക്കൊന്ന് ആ ഒരു റേഞ്ച്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു കയറ്റത്തിന് തൊട്ട് താഴേന്ന് കയറിയത്, ഇനി കുറച്ചൊരു ഡിസ്റ്റൻസ് എടുത്തിട്ട് നമുക്കൊന്ന് കയറി നോക്കാം. കണ്ട, പക്ഷേ സ്പീഡാക്കി നമ്മൾ ആ ഒരു സ്പീഡിൽ എത്രത്തോളം കയറുമെന്ന് നോക്കട്ടെ കേട്ടോ. കണ്ട, എന്നാലും ഇല്ല കേട്ടോ, ഇവിടെ കൊണ്ടങ്ങ് നിൽക്കുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ പെഡൽ അസിസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതേ പെഡൽ അസിസ്റ്റാണ് നമ്മളിപ്പോൾ റൈഡ് ചെയ്യുന്നത്. അതും 1-ാമത്തെ ഗിയറിലാണ് കേട്ടോ. 1-ാമത്തെ ഗിയറിൽ നോക്കട്ടെ. ഇത് 1-ാമത്തെ ഗിയർ നമുക്ക് ഇച്ചിരി അത് ഹാർഡായിട്ട് പെഡൽ ചെയ്യണം. മോട്ടറിൻ്റെ സപ്പോർട്ട് ഇത്ര കുറവായിരിക്കും കേട്ടോ. 1-ാമത്തെ ഗിയറിൽ ഇച്ചിരി ടഫാണ്. 2 ഇട്ടു, 3 ഇട്ടു, 4 ഇട്ടു, 5 ഇട്ടു. കണ്ട, 5-ൽ കയറുന്നുണ്ട്. നമ്മുടെ ഒരു എഫോർട്ട് ഇച്ചിരി കുറഞ്ഞിട്ടോ. ഇപ്പോൾ മോട്ടറാണ്, മോട്ടർ അതിൻ്റെ മാക്സിമം എഫോർട്ട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല കയറ്റമാണ് ഇത്. കണ്ടോ, ഈ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇച്ചിരി ഒരു നിരപ്പ് വന്നപ്പോഴത്തേനും ആ എഫോർട്ട്, നമ്മളെടുക്കുന്ന എഫോർട്ട് കുറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ 4-ലേക്ക് ഡൗൺ ചെയ്തിട്ടോ. അതൊക്കെ 3-ലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും 4-ആക്കി. വീണ്ടും 5th. വീണ്ടും ഒരു കയറ്റം കൂടിയോണ്ടാണ്. കേട്ടോ, 5th കയറിപ്പോട്ടോ. വേണ്ടോ, ഈസി ആയിട്ട് കയറിപ്പോവും. എന്നാലും നോക്കേ, അവിടെ പെഡൽ ചെയ്യണേ അത്ര ഒരു എഫോർട്ട് എടുത്തിട്ടല്ല ചെയ്യുന്നത്. അതിൻ്റെ ഈസി മെറ്റലാണ് ചെയ്യുന്നത്. കണ്ടോ, കണ്ടോ, കയറണുണ്ടോ കയറ്റം? കയറണം, ഏത് കയറ്റം കയറും. അങ്ങനെ സിമ്പിളായിട്ട് കയറി പോണേ. ഇത് കണ്ടില്ലേ, നല്ലൊരു കയറ്റം പറഞ്ഞു കേട്ടോ. കണ്ടോ, ഞാൻ അധികം എഫോർട്ടൊന്നും എടുക്കുന്നില്ല. ഓക്കെ, നമ്മൾ നിരപ്പിലെത്തിയിട്ടോ. അപ്പോൾ ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൈക്ക് ഞാൻ വെലോഡ്രോമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ലോങ് റൈഡ് ചെയ്യാനായിരുന്നു. പക്ഷെ അത് വേണ്ടായിരുന്നു ഇപ്പം തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പം ആ ഒരു ഫസ്റ്റ് നമ്മൾ റൈഡ് പോയത് ആ ഒരു കാൽഡി പ്ലാന്റേഷൻ ഏരിയ ആയിരുന്നു. 140 കിലോമീറ്റർ അടുത്ത് അന്നത്തെ റൈഡ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ മെയിനായിട്ടും പോകാനുള്ള കാരണം വെച്ചാൽ ഇതിൻ്റെ ലോങ് റൈഡിന് എങ്ങനെയുണ്ട്, ഇതിൻ്റെ കംഫോർട്ടും അതുപോലെ തന്നെ ഇതിന് ബാക്കപ്പൊക്കെ എത്ര കിട്ടുമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ബാക്കപ്പ് കിട്ടിയത് കാര്യം പറഞ്ഞാൽ ആ ഒരു 140 കിലോമീറ്ററിൽ ഒരു 35 കിലോമീറ്റർ സംതിങ് ആണ് ഞാൻ ഇതിൻ്റെ പെഡൽ അസിസ്റ്റ് വഴി യൂസ് ചെയ്തിട്ട്, ബാക്കി എല്ലാം മാനുവലി ചവിട്ടി. അതുകൊണ്ട് തന്നെ നല്ല പണി. അതും മെയിനായിട്ടും ബാക്ക് പെയിൻ ഒരു രക്ഷയിലായിരുന്നു. 2 ദിവസം ഞാൻ എഴുന്നേറ്റിട്ടില്ല. നല്ല ബാക്ക് പെയിനും ഈ കഴുത്തിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു, ഷോൾഡറിന്. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് ഈ ഒറ്റ ഫ്രെയിം സൈസിലേ ഉള്ളൂ. നമ്മുടെ ഒരു കറക്റ്റ് ഫ്രെയിം സൈസ് ഒന്നും കിട്ടില്ല. അതുമല്ല, ഒരു ഫ്രെയിം സൈസ്, കറക്റ്റ് ഫ്രെയിം സൈസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി തന്ന ഈ ഒരു ബൈക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഒത്തിരി ഹൈറ്റ് ഉള്ളവരൊന്നും പോയി ഇത് എടുത്തേക്കരുത്. അത് കുറച്ചൊക്കെ ദൂരം റൈഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. സ്ഥിരം യൂസ് ചെയ്യുമ്പോഴേ ഞാനിതൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ടാണ് ഓടിച്ചത്. പക്ഷേ നമ്മൾ അത്ര എഫോർട്ട് എടുക്കേണ്ടി വരും. ഒന്നാമത് ഇതിൻ്റെ ഒരു ക്ലൈംബ് ആ വലിയ ഗിയറിലേക്ക് കയറുന്ന പോലും ഇല്ലായിരുന്നു. അത് ഞാൻ ട്യൂൺ ചെയ്യാൻ നോക്കിയിട്ടൊന്നും നടപടിയില്ല. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇത് ആ ഒരു മാനുവലി ഇത് യൂസ് ചെയ്യാനുള്ളൊരു ബൈക്കല്ല. ആ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതൊന്ന് ചാർജ് തീർന്ന് വഴിയിലായെങ്കിൽ കുറച്ച് ദൂരമൊക്കെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും നല്ല ഒരു മോഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പെഡൽ അസിസ്റ്റാണ്. അത് അത്യാവശ്യം ഒരു ബാക്കപ്പ് നമുക്ക് കിട്ടും. കമ്പനി പറഞ്ഞ ഒരു 40 to 60 എന്താണെങ്കിലും കിട്ടും. എനിക്ക് ഇത് ആ ഒരു കാൽഡി പ്ലാന്റേഷൻ വഴി പോയിട്ട് വെറ്റിലപ്പാറ പോയിട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 35 കിലോമീറ്റർ ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ കയറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു 5th മോഡിലൊക്കെ ഇട്ട് ഓടിച്ചിട്ട്, അതുകൊണ്ടായിരിക്കും ഇതൊരു ഫസ്റ്റിലിട്ട് ഇലക്ട്രോണിക് ഗിയർ വരുന്നില്ല, ഇതിലൊരു ഫസ്റ്റിലിട്ടിട്ട് പെഡൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 60 കിലോമീറ്റർ അടുത്ത് തന്നെ കിട്ടും. പിന്നെ സിറ്റിയിൽ ഓടിച്ച് നോക്കി, ആക്സിലേറ്റർ മോഡിൽ മാത്രം ഞാൻ ഓടിച്ച് നോക്കി. അപ്പോൾ എനിക്കൊരു 20-25 കിലോമീറ്റർ അടുത്താണ് അതിൻ്റെ ഒരു ബാക്കപ്പ് കിട്ടിയത് കേട്ടോ. എനിക്ക് കിട്ടിയ ഒരു റിയൽ ടൈം ഒരു ബാക്കപ്പാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ പുള്ളിക്കാൻ ആ ഒരു കയറ്റം മൊത്തം കയറ്റി ഞാൻ വീട്ടിൽ വന്ന് ആ കയറ്റം മൊത്തം ചവിട്ടി പെഡലിസ്റ്റ് വഴി കയറുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നതിനും ആ ഒരു റൈഡിന് എനിക്ക് 20 കിലോമീറ്റർ കിട്ടുള്ളൂ. അപ്പോൾ അത്രയും നമ്മളത്ര എഫോർട്ട് ഇത് ആ ഒരു മോട്ടറിലേക്ക് കൊടുക്കും തോറും ഇതിൻ്റെ ബാക്കപ്പ് കുറയും.
മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്യുവർ സിറ്റി ബൈക്കാണ്. സിറ്റി കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ബൈക്കാണ്. നമുക്ക് ഫ്ലാറ്റ് റോഡ്സിൽ കുറച്ച് ഡിസ്റ്റൻസൊക്കെ ഓഫീസിലൊക്കെ പോയിട്ട് വരാനായിട്ട് ഒക്കെ വളരെ കുറച്ച് ദൂരമൊക്കെ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ബൈക്കാണ്. നിങ്ങൾക്കൊരു ദിവസം ഒരു 10 കിലോമീറ്റർ റൈഡ് ചെയ്യാനുള്ളെങ്കിൽ ഓഫീസിലൊക്കെ പോയിട്ട് വരാനാണെങ്കിൽ ഇതെടുത്ത് കഴിഞ്ഞാൽ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒറ്റ ചാർജിങ്ങിൽ അത്രയും കിലോമീറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും അതൊരു പിന്നെ മെയിൻ്റനൻസ് ഒന്നും വരുന്നില്ലല്ലോ, ഒത്തിരി മെയിൻ്റനൻസ് ഒന്നും ഇല്ല. ഈ ഒരു സംഭവമൊക്കെ ഒന്ന് ലൂബിങ് ഒക്കെ ചെയ്ത് അതങ്ങനെ യൂസ് ചെയ്യേണ്ടേ മാത്രം, അല്ലാത്ത പക്ഷം വേറെ ഒന്നും ഇതിനൊക്കെ ഒരു വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ട് പോലും നല്ലൊരു കോൺസെപ്റ്റിൽ അവർ ഈ ഒരു ബൈക്ക് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബൈക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് കൊച്ചിയിലാണ് ഇവരുടെ ഷോറൂം വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബൈക്ക് നമ്മൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ കോട്ടയത്തെ വെലോഡ്രോമിൽ നിന്നാണ്. അവിടുത്തെ നമ്പറൊക്കെ കൊടുത്തത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ഈ ഒരു ബൈക്കിനെ പറ്റി നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ യൂട്യൂബിൽ വേറെ ഒന്നും കാണില്ല. നമ്മളാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ബൈക്ക്, അതായത് ഒരു എക്സ്പീരിയൻസ് റിവ്യൂ എന്ന് പറഞ്ഞ പേരിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.